Hello Muggles! Welcome back to Sala Learning. It's me, Shribhama SB. എടാ മക്കളെ സ്കൂളൊക്കെ തുറന്നു അല്ലെ. ഇപ്പൊ ഭയങ്കര വിഷമത്തിലുള്ളവരുണ്ടായിരിക്കാം. അയ്യോ സ്കൂൾ തുറന്നു. ചിലർ ഭയങ്കര ഹാപ്പി ആയിരിക്കാം. സ്കൂൾ തുറന്നു, ഇനി സ്കൂളിലൊക്കെ പോയി ഫ്രണ്ട്സിനൊക്കെ കാണാലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നവരും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ വീണ്ടും എന്താണ് നിങ്ങളുടെ ബാക്ക് ടു സ്കൂൾ അല്ലെങ്കിൽ ബാക്ക് ടു വർക്ക് എന്നൊക്കെ പറയുന്നത് പോലെ പഠനത്തിലോട്ടും അസൈൻമെന്റിലോട്ടും ഹോംവർക്കിലോട്ടും അങ്ങനെ എന്ത് ചെയ്യാൻ പോവാണ്? സ്കൂളിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ സ്കൂൾ ജീവിതങ്ങൾ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. എത്ര പേരാണ് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളുകൾ എന്ന് ഞാൻ നോക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ചൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച് ഒന്ന് റെഡി ആയിട്ട് പോയാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അല്ലെ. ഒരു മുഴ മുമ്പേ എന്നൊക്കെ പറയുന്നത് പോലെ കുറച്ചും കൂടെ നേരത്തെ പഠിക്കാൻ തുടങ്ങിയാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അല്ലെ. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും പുതിയ ടീച്ചേഴ്സ്, പുതിയ സ്കൂള്, പുതിയ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്തോ. അപ്പൊ നമുക്ക് പുതിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വർഷം പഠിക്കാൻ പോകുന്നത്. അപ്പൊ USS എന്ന് പറയുന്ന ഒരു ഡ്രീമും കാര്യങ്ങളൊക്കെ നിങ്ങളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഈ ഒരു ഇയർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ USS ഒക്കെ ഒരുപാട് മക്കൾ സ്വപ്നം കാണുന്ന ഒരു എക്സാം ആണ്. സോ അതൊരിക്കലും ചെറിയൊരു കാര്യമല്ല, നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ പഠിച്ച് സെറ്റായാൽ മാത്രമേ അതിനുള്ള റിസൾട്ടും കാര്യങ്ങളും നമുക്ക് ഷുവറായിട്ടും കിട്ടുള്ളൂ. സോ നല്ലൊരു സ്റ്റാർട്ടിംഗ് ആവട്ടെ, അടിപൊളിയായിട്ട് ഈ ഒരു വർഷം തുടങ്ങട്ടെ എന്ന് മിസ് ആശംസിക്കുന്നു. സോ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ബേസിക് സയൻസ് ഇഷ്ടമുള്ള എല്ലാവരും താഴെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യാം, ബേസിക് സയൻസ് BS എന്നൊന്ന് എഴുതണം കേട്ടോ. ഓക്കെ, അപ്പൊ ബേസിക് സയൻസിലെ കുറച്ച് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഫസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, എന്താണ് ബേസിക് സയൻസിന്റെ അവസ്ഥ എന്ന് ജസ്റ്റ് മിസ് ഒന്ന് പറഞ്ഞുതരാം, നോക്കിക്കോ. ആദ്യത്തെ ഒരു 5 ചാപ്റ്റർ മിസ്സോടെ വെച്ചിട്ടുള്ളൂ. അതിൽ തന്നെ നിങ്ങളുടെ എക്സാമിന് വളരെ കുറച്ച് എന്ന് വെച്ചാൽ ചിലപ്പോ 4ാമത്തെ ചാപ്റ്ററിന്റെ പകുതി അല്ലെങ്കിൽ 5ന്റെ ഒരു തുടക്കം അങ്ങനെയൊക്കെ വരാനേ സാധ്യതയുള്ളൂ. അങ്ങനെയാണ് ഇതുവരെ വന്നിട്ടുള്ളത്. അത് നമുക്ക് എന്തായാലും നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ തുടങ്ങി ലെവലായി സ്കൂളിൽ എത്രത്തോളം കവർ ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും വരിക. എന്തായാലും ഒരു 3 ചാപ്റ്റർ നമുക്ക് മിനിമം പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ വിലയിക്കാം 100 മേനി ആൻഡ് ആസിഡുകളും ബേസും സെക്കൻഡ്, ആൻഡ് തേർഡ് വൈദ്യുതിയുടെ ലോകം, ഫോർത്ത് പ്രകാശം പ്രതിപദിക്കുമ്പോൾ, പിന്നെ മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹന ശ്വസനത്തെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്ന ചാപ്റ്റർ ആണ്. സോ ടുവേർഡ്സ് 100-fold field, acid and bases, the world of electricity, where light reflects human body, digestion, respiration പറ്റിയൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്റെ മക്കൾക്ക് ഏകദേശം ഞാൻ ഒരു ഐഡിയ ഉണ്ടാക്കി തരാം എന്തൊക്കെ ആയിരിക്കാം പഠിക്കാൻ പോകുന്നതെന്നുള്ളത്. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ലൈവുകളിലും കാര്യങ്ങളിലും ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കാം. റെഡി? അപ്പൊ ഫസ്റ്റ് വൺ വന്ന് ടുവേർഡ്സ് 100 ഫീൽഡ് അല്ലെങ്കിൽ വിളയിക്കാം 100 മേനി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അല്ലെ. അതിൽ മെയിൻ ആയിട്ട് സസ്യത്തെ പറ്റിയൊക്കെ പഠിക്കാൻ ഇഷ്ടമുള്ളവരാണോ, പ്ലാന്റ്സിനെ പറ്റി പഠിക്കാൻ ഇഷ്ടമുണ്ടോ, ഭയങ്കര രസമുള്ള ചാപ്റ്റർ ആണ്. മെയിൻ ആയിട്ട് നമ്മൾ അതിൽ പഠിക്കുന്നത് എങ്ങനെ നമുക്ക് പുതിയതായിട്ടുള്ള ചെടികൾ ഉണ്ടാക്കിയെടുക്കാം, അതിനെന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടോ, ചെടികള് നോർമലി വിത്തൊക്കെ മുളച്ചുണ്ടാക്കുന്നത് കൂടാണ്ട് വേറെ വല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ ബഡ്ഡിങ്, ഗ്രാഫ്റ്റിങ്, ലെയറിങ് എന്നൊക്കെ പറയും, കമ്പൊട്ടിക്കൽ, മുകുളം ഒട്ടിക്കൽ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളാണ്. അപ്പൊ നമുക്ക് നോർമലി വിത്ത് മുളച്ചുണ്ടാവുന്നതിനേക്കാൾ നമുക്ക് എന്ത് ചെയ്യാം, ശാസ്ത്രീയമായിട്ട് സയന്റിഫിക് ആയിട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് പുതിയതായിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അതിനെ പറ്റി പഠിക്കുന്നതാണ് നമ്മുടെ ഈ പറയുന്ന ചാപ്റ്റർ. അതേപോലെ എന്റെ മക്കൾക്ക് ഇഷ്ടമാണോ എന്ന് അറിയില്ല, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോവുക, അവിടുത്തെ കുറെ കാര്യങ്ങളൊക്കെ കാണുക, പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുറെ നിങ്ങളുടെ നാട്ടിൽ തന്നെ, നിങ്ങളുടെ ജില്ലയിൽ തന്നെ കാണുമായിരിക്കും ചിലപ്പോൾ അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ. അതിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും, ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അങ്ങനെ കുഞ്ഞായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി രണ്ടാമത്തേത് എടുത്തോ, ആസിഡുകളും ബേസുകളെയും പറ്റിയിട്ടാണ്. ആസിഡ്സ് ആൻഡ് ബേസസ് ആണ്. ആ ചാപ്റ്റർ ഭയങ്കര രസമുള്ള ചാപ്റ്റർ ആണ്. ശരിക്കും നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റിയ ചാപ്റ്റർ, ആക്ടിവിറ്റി ചെയ്ത് പഠിക്കാൻ പറ്റിയ ചാപ്റ്റർ എന്നൊക്കെ ഏതാ ചോദിച്ചാൽ ഞാൻ ഇത് പറയും. കാരണം നിങ്ങൾക്ക് ഒരു ലിറ്റ്മസ് പേപ്പർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അത് എന്താന്നൊക്കെ ഞാൻ പറഞ്ഞുതരും. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എന്റെ മക്കൾക്ക് പറഞ്ഞുതരും. അത് വെച്ചിട്ട് നമുക്ക് ഓരോരോ സാധനങ്ങളും ടെസ്റ്റ് ചെയ്യാം. ഇപ്പൊ സബ്സ്റ്റൻസുകൾ, അപ്പൊ നിങ്ങൾക്ക് ഒരു സാധനം ഞാൻ തന്നു വിചാരിച്ചോ, ഒരു നാരങ്ങ നിങ്ങൾക്ക് തന്നു വിചാരിച്ചോ, അതിനകത്ത് ആസിഡ് ആണോ ബേസ് ആണോ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയില്ല. അത് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസില്, നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സില്, വെജിറ്റബിൾസിലൊക്കെ ഉണ്ട് മക്കളെ ആസിഡുകളും ആൻഡ് അതുപോലെ ബേസുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു ബ്രഷ് ചെയ്യുന്ന സമയത്ത് ടൂത്ത് പേസ്റ്റ് ആസിഡ് ആണോ ബേസ് ആണോ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയണം. ഇനി കഴിക്കുന്ന ഫുഡ്
എന്താണ്, അല്ലെങ്കിൽ തക്കാളി തക്കാളി കൊണ്ട് സാധനങ്ങൾ ഉണ്ടാക്കാത്ത വീടില്ലല്ലോ. അപ്പൊ തക്കാളിയിൽ അടങ്ങിയത് ആസിഡാണോ ബേസാണോ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ അറിയണം. അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസിൽ ഉണ്ടാവുന്ന ആസിഡുകളെയും ബേസുകളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക, അതിന് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ചാപ്റ്ററിലാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ എന്തൊക്കെയാ അതിന്റെ പ്രത്യേകതകൾ, ആസിഡിന്റെ പ്രോപ്പർട്ടീസ്, ബേസിന്റെ പ്രോപ്പർട്ടീസ്, ആൻഡ് അതുപോലെ ഒരുപാടായിട്ടുള്ള ലിറ്റ്മസ് പേപ്പറിന്റെ കളർ ചേഞ്ച് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ആ ചാപ്റ്ററിലാണ് കേട്ടോ. ക്ലിയർ അല്ലടാ? അപ്പൊ 2 ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് മനസ്സിലാക്കി എന്തൊക്കെയാണെന്ന് ഒരു ഏകദേശ ധാരണ നമുക്ക് കിട്ടി. ബാക്കിയൊക്കെ നമ്മൾ പോകെ പോകെ പഠിക്കും. ഇത് ക്ലാസ് അല്ല, ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി തരാൻ മാത്രമാണ് ചെയ്യുന്നത് മിസ് വീണ്ടും പറയുന്നു. ഇനി അടുത്തത് ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി, അല്ലെങ്കിൽ വൈദ്യുതിയുടെ ലോകം. പേര് തന്നെയുണ്ട്, നമുക്ക് ഊഹിക്കാം അല്ലെ. വൈദ്യുതിയെ പറ്റിയിട്ടുള്ള, ഇലക്ട്രിസിറ്റിയെ പറ്റിയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളാണ് പഠിക്കുന്നത്. ശരി തന്നെയാണ്. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന, എന്ന് വെച്ചാൽ വൈദ്യുതി കടത്തിവിടുന്ന കുറെ വസ്തുക്കളുണ്ട്, എന്നാൽ കടത്തിവിടാത്ത വസ്തുണ്ട്. എക്സാമ്പിൾ പറഞ്ഞ, ഇപ്പൊ ഞാന് ഒരു കോപ്പർ വേണ്ട, ഇരുമ്പിന്റെ കമ്പി എടുത്ത് അത് കൂടെ കറണ്ട് കടത്തിവിട്ടാൽ ഷുവർ ആയിട്ട് അത് കൂടെ കറണ്ട് പോകും. അതേസമയം ഞാനൊരു പ്ലാസ്റ്റിക്കിന്റെ ഈ ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിലൂടെയാണ് കറണ്ട് കടത്തിവിടണമെന്നുണ്ടെങ്കിൽ അത് കൂടെ കറണ്ട് പോവോ? ഇല്ല. അതെന്താ അങ്ങനെ? അങ്ങനെയുള്ള കുറെ സാധനങ്ങളുണ്ട് അല്ലെ. അതുപോലെ നമ്മൾ എല്ലാ സമയത്തും റിമോട്ടിന് വേണ്ടി അടി ഉണ്ടാക്കില്ലേ? ടി വി കാണുമ്പോ എനിക്ക് താ റിമോട്ട്, ഞാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അടി ഉണ്ടാക്കില്ലേ? ആ റിമോട്ടിനകത്ത് ഇടുന്ന ബാറ്ററി, അതിനകത്ത് എന്താണ് സംഭവം നടക്കുന്നത് നമുക്കറിയോ? ഇല്ല. അതിന് പിന്നിലുള്ള സയൻസ് നമ്മൾ പഠിക്കും. അങ്ങനെ എന്തൊക്കെയാണ് ഇലക്ട്രിസിറ്റിയെ പറ്റി അറിയേണ്ടത് അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അതുപോലെ സർക്യൂട്ടുകളെ പറ്റിയിട്ട് പഠിക്കും. കുറെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കാവുന്നതുമാണ്. അങ്ങനെ ബൾബ് കത്തുന്നതൊക്കെ നിങ്ങൾ പലപ്പോഴും ഇതേപോലെയുള്ള സാധനങ്ങൾ നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ചിലപ്പോൾ ചേച്ചിമാരേട്ടന്മാരെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതുപോലെ നമുക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, സർക്യൂട്ട് ഒക്കെ ഉണ്ടാക്കിയിട്ട് ബൾബൊക്കെ പ്രകാശിപ്പിക്കുന്ന പരിപാടിയൊക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെയുള്ള കുറെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആ 3ാമത്തെ ചാപ്റ്ററിലാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ക്ലിയർ അല്ലടാ? അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ഈ 3 ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഈ ബാക്കി നമുക്ക് വരാനുണ്ട്. അത് ഞാൻ പോകെ വഴിയെ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി അല്ലേ. മിസ് ഇത് പറയുമ്പോൾ ഇത് മിസ് പറഞ്ഞു നീന്നു, SB മിസ് പറഞ്ഞു നീന്നു, വീഡിയോയിൽ ഇങ്ങനെയാണെന്ന് ഓർക്കാലോ. അതിനുവേണ്ടി ഒരു ഔട്ട്ലൈൻ ഞാൻ തന്നതാണ്. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇതിനെപ്പറ്റി നന്നായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവഞ്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ സൈലത്തില് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഓൺലൈൻ ബാച്ച് ആണ് അവഞ്ചേഴ്സ് ബാച്ച്. അപ്പൊ അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ USS ഒക്കെ സ്വപ്നം കാണുന്ന മക്കളല്ലേ നിങ്ങള്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ തരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരോ യൂണിറ്റ് കഴിയുമ്പോഴും യൂണിറ്റ് ടെസ്റ്റുകൾ തരും, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തരും, ആൻഡ് റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ആണ് നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിലുള്ളത്. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ അത്രയും ജോയിൻ ചെയ്തോ. അടിപൊളിയായിട്ട് ഈ 7ാം ക്ലാസ്സും അതുപോലെ USSഉം നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും മാക്സിമം ജോയിൻ ചെയ്യാൻ പറ്റുന്നവരെല്ലാം ജോയിൻ ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ ബേസിക് സയൻസ് ഇഷ്ടമുള്ള എല്ലാ മക്കളും മറക്കാണ്ട് ബേസിക് സയൻസ് കമന്റ് ചെയ്യണം. എന്നെ ഓരോരുത്തരുടെയും കമന്റ് വന്ന് നോക്കാം കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് മക്കളെ. ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അതുവരേക്കും ബൈ, സീരിയസ് ബൈ.